എന്നെ പിടിച്ചത് ഈ റോഡിൽ വെച്ച് നടന്ന സംഭവം നമുക്ക് ഷൂട്ട് ചെയ്യാം. എനിക്ക് എന്റെ മനസ്സിലേറ്റ വേദനയും എനിക്ക് കിട്ടിയ അടിയും ഇനി ഈ നാട്ടിൽ ആർക്കും കിട്ടാൻ പാടില്ല. തിരുവനന്തപുരം വർക്കല മാന്തറ ക്ഷേത്രവളപ്പിൽ സംഘർഷം. ദീപാവലിയോടനുബന്ധിച്ചാണ് സംഘർഷങ്ങളുടെ തുടക്കം. BJP അംഗത്വം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന കൃഷ്ണകുമാറിനെ BJP പ്രവർത്തകനായ ജയൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്തോളൂ, ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലേ? എന്റെ പുറത്ത് കേസ് കൊടുക്കും. കുഴപ്പമില്ല. നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്നെ പിടിച്ചത് ഈ റോഡിൽ വെച്ച് നടന്ന സംഭവം നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ ഉമ്മാരായിട്ടല്ല സംസാരിക്കുന്നത്. നിങ്ങൾ എന്തോ അത് പിടിക്കേണ്ട കാര്യം? ഈ റോഡിൽ സംഭവം നടന്ന് നമുക്ക് എടുക്കാം. പബ്ലിക് നടന്ന സംഭവം നമുക്ക് എടുക്കാം. പബ്ലിക് ഇഷ്യൂ അല്ലേ ചേട്ടാ? അല്ലല്ല, നിങ്ങളിപ്പോ ഞാൻ ഉമ്മാരായിട്ട് പബ്ലിക് ഇഷ്യൂ അല്ലേ? എന്ത് സംഭവം? ഞാൻ ഇവനായിട്ട് എന്ത് സംഭവം നടത്താം? സംഭവത്തെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത് ഇങ്ങനെ: ദീപാവലി ദിവസം രാത്രി വൈകി പ്രദേശത്തെ കുട്ടികൾ അമ്പലപ്പറമ്പിൽ പടക്കം പൊട്ടിച്ചു. ഇത് കൃഷ്ണകുമാർ ചോദ്യം ചെയ്തു. ദേവന്മാർ ഉറങ്ങുന്ന സമയത്ത് അമ്പലപ്പറമ്പിൽ പടക്കം പൊട്ടിക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പക്ഷം. എന്നാൽ പാതിരാത്രിയും അമ്പലമുറ്റത്ത് പടക്കം പൊട്ടിക്കുമെന്നായിരുന്നു ജയന്റെ വാദം. കൂടാതെ കൃഷ്ണകുമാറിനെ ജയൻ കൊതിതീരുവോളം തല്ലുകയും ചെയ്തു. ദീപാവലിക്ക് കുറെ ബാലന്മാര് ഒരു 9-10 പടക്ക് പിടിച്ചു. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞ് അനിയന്മാരെ ദേവം ഉറങ്ങണ സമയമാണ്, പടക്ക് പൊട്ടിക്കില്ലെന്ന് പറഞ്ഞു. ഇത് പൊട്ടിക്കില്ലെന്ന് പറഞ്ഞ് ആ പയ്യന്മാർ പിരിഞ്ഞു പോവുകയും ഇവിടെ നിന്ന് ഒരു എക്സ് മിലിറ്ററി ഒരുത്തം വന്നിട്ട് എന്നെ മാരകമായിട്ട് എന്നെ അടിച്ച് പരിക്കേൽപ്പിച്ചു. അത് കാര്യം ഞാൻ എത്ര ദിവസം നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടും മൈഗ്രെയിൻ എടുത്തിരിക്കുവായിരുന്നു. എല്ലാ ഇളവ് എനിക്ക് മൊത്തം നീരും. ആ വിഷയത്തിൽ ഞാൻ കൊണ്ട് അതിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് CSRനെ വിളിച്ചായിരുന്നു. CSR രാഷ്ട്രപതി വരുന്നുണ്ട്, പിന്നെ കുറച്ച് വൈകും, നാളെ കാലത്ത് 10 മണിക്ക് ശേഷം നടപടി എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ഞാൻ ഇന്ന് വരെ ഒരു പെറ്റി കേസിനോ ഒരു പോലീസിനോ എന്നെ ആ പ്രതി ആയിട്ടില്ല. ഞാൻ ഒന്നിനും പോയിട്ടുമില്ല. അപ്പോഴേ ഇത് നിന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്ക് എന്നെ അടിച്ചപ്പോ എനിക്ക് വേദന ഉണ്ട്. മനസ്സിലായി എനിക്ക് അടിയുണ്ട്, വേദനയും കാട്ടി എന്റെ മനസ്സിൽ ഈ സമൂഹത്തിന് മുമ്പിൽ ഞാൻ കൊച്ചായിപ്പോയി. കാരണം ഈ ക്ഷേത്രത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാ ഉത്സവത്തിനായിരുന്നാലും എല്ലാത്തിനും ഞാൻ എല്ലാ കാര്യത്തിനും ഇറങ്ങുന്ന വ്യക്തിയാണ്. ക്ഷേത്രക്കാർ എന്നെ തിരിഞ്ഞു നിന്ന് വേറെ വിഷയം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊരു നായർ സമുദായമായിരുന്നു. അതില് NSSത്തില് ഒരു മാരാനെ ചേർത്തപ്പോ ഈ ഇവിടുത്തെ ജോയി എന്ന് പറയുന്ന ഒരു മാതൃക്ഷേത്ര ഖജാഞ്ചിയായിട്ട് ഞാൻ രാത്രിയിൽ ഒരു സംസാരം ഉണ്ടായി. ജോയി, എന്തിനാണ് നമ്മൾ നല്ല നായന്മാരെ ഉണ്ടായിട്ടും ഒരു മാരാനെ നായരായിട്ട് ചേർത്ത് വെച്ച് ആ ഒരു വിഷയം സംസാരിച്ച് അങ്ങ് വിട്ടു. പക്ഷെ അതും ഞാൻ നേരെ വന്ന് ഈ ജയന് കൊട്ടേഷൻ കൊടുത്തു. ജോയി എന്ന് മാരാന് കൊട്ടേഷൻ കൊടുത്ത് ആ വാശിക്കാണ് എന്നെ മാരനായിട്ട് തല്ലിയത്. ആയിരം സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഇന്ന് വരായിട്ടും ഒരു നീതി കിട്ടും. ഞാൻ കൊലപാതകയല്ല, ഒരു പിടിച്ചുവരക്കാനല്ല. ഞാൻ സത്യനാരായണ നാട്ടിൽ ജീവിക്കുന്നത്. ഇവിടെ ആ വീടാണ്, ജയനെന്നാ വീട്, ജയനാണ്. അപ്പൊ ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ആയിരം സ്റ്റേഷനിൽ വിളിച്ച് കക്ഷി ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. കക്ഷി ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ കുളിച്ചിട്ട് വൈകിട്ട് 4 മണി ഇവിടെ വന്നപ്പോൾ കക്ഷി ഇവിടെയാണ്. ഞാൻ ആയിരം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, സാറെ കക്ഷി ഇവിടെ ഉണ്ട്. അപ്പൊ അവർ തന്നെ രാഷ്ട്രപതി വരുന്നുള്ള കുറച്ച് നിയമങ്ങൾ ഇതൊക്കെ ഉണ്ട്, പോലീസ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് വിട്ടു. അപ്പൊ ഇന്ന് ഒരു വിഷയമുണ്ട്, എനിക്ക് മനസ്സിൽ പ്രയോജനമുണ്ട്. എനിക്ക് എന്നെ അടിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുന്ന ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയതാണ്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലേറ്റ മുറിവ് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ നേരെ ഇവിടെ വന്നു, കാലത്ത് ഇവിടെ വന്ന് ഞാൻ അവനെ പിടിച്ചിട്ട് എനിക്ക് അല്ല ഈ സമൂഹത്തിൽ എന്റെ വീട്ടിൽ എന്നാലും എനിക്ക് സമാധാനമില്ല. കാരണം എന്നെ ദ്രോഹിച്ചതിനെ അത്ര ഞാൻ അങ്ങനെ ഒരു കുറ്റക്കാരനല്ല. ഹോസ്പിറ്റലിൽ പോയി. അത് ഡോക്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പരിമിതമാണ്. ഞാൻ പിറ്റെന്ന് പറഞ്ഞാൽ 2 കണ്ണ് അല്ല, അതാണ് അടിച്ചു പൊട്ടിച്ചാണ്. അതും എനിക്ക് അകത്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എനിക്ക് കിടക്കുന്നതോറും എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് കേട്ടോ എന്നെ അടിച്ചു തിരിച്ചടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ വൈഫ് ഇല്ല, സംഭവം കണ്ടില്ല. രാത്രിയല്ലേ സംഭവം കണ്ട ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ പടക്കം പൊട്ടിക്കുക. ആ സമയത്ത് ആളെന്ന് പറഞ്ഞു ഇവിടെ അമ്പലം അടച്ചിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് മാറി. അപ്പൊ അവരങ്ങ് എപ്പോഴേക്കും പോയി. ഇവിടത്തേക്കും ബാക്കിൽ നിന്ന് വന്നിട്ടാണ് അടിച്ചത്. നമ്മളൊന്നും ഇടപെട്ട് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നും പറഞ്ഞൊന്നും അറിയാവുന്ന ആളാണ്. നേരത്തെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അല്ലല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുടെ പേരിൽ ഇന്ന് പോലെ ഒരു പെറ്റി കേസ് വരുമ്പോൾ ഇദ്ദേഹത്തിന് അടിച്ച ആള്
അതാ ഞാൻ അപ്പുറത്ത് നിൽക്കുകയായിരുന്നു. ഇവൻ വിളിച്ചാണ് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് കുറെ പിള്ളേര് ഇവിടെ പടക്കം പിടിക്കുന്നതായിരുന്നു. പക്ഷെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. പുള്ളി പറഞ്ഞ ന്യായമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അമ്പലം കത്തിയിട്ടുള്ളതാണ് കഴിഞ്ഞ ശിവരാത്രി. അപ്പൊ പുള്ളി മര്യാദയ്ക്ക് പറഞ്ഞവരൊക്കെ പിള്ളേരങ്ങ് പോയവരൊക്കെ ഈ ജയനെന്ന് പറഞ്ഞ് വീട്ടിൽ കൂടെ വന്ന് പുള്ളിയെ മാരമായിട്ട് മർദ്ദിച്ചു. 9 മണിക്ക് ശേഷം ഇവിടെ മൂർത്തി ഉറങ്ങുന്ന സമയമാണ്. അത് ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അതിനെതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ കൺവീനർ ആയതുകൊണ്ടും അത് ചോദ്യം ചെയ്തു. അതിനാണ് ഈ ആക്രമണം. അതാണ് കൃഷ്ണകുമാർ ചെയ്ത തെറ്റ്. കൃഷ്ണകുമാർ എന്തുകൊണ്ട് അടിച്ചു ചെയ്യാൻ? അതാണ് ഞങ്ങളത്. അവനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ വേദന അവൻ ഞങ്ങളോടൊക്കെ പറഞ്ഞവരൊക്കെ അതിന്റെ ഒരു നടപടി അവൻ തന്നെ. അതിന്റെ പേരിലാണ് നമ്മൾ സംസാരിച്ച ഒരു കാര്യം. 1 മണി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 പേരുണ്ടായിരുന്നു. നേരെ അയൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ വർക്കല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ പ്രൂഫും കയ്യിലുണ്ട്. നിങ്ങളെല്ലാവരോടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ ജോയി തന്നെ ഈ അമ്പലത്തിലെ ഖജാഞ്ചിയാണ്. അപ്പൊ ഞാൻ ഇന്ന് കാലത്ത് എനിക്ക് അവന് തിരിച്ചടിക്കണം. പോലീസിന്റെ പോലീസിന്റെ കാര്യം ഒരു നീതി കിട്ടുന്നതിന് എനിക്ക് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ നിയമം നടപ്പാക്കാൻ ഞാൻ തിരിച്ചടിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഖജാഞ്ചിയുടെ വ്യക്തി ഈ ജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വെളിയിൽ നിന്നപ്പോൾ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. പിടിച്ചും തള്ളൊക്കെ ആയി. അങ്ങനെ അവര് ക്ഷേത്രക്കാര് കമ്മിറ്റിക്കാർ എല്ലാവരും വന്നിട്ട് എന്റെ പേരിൽ നടപടിയെടുത്ത് കേസ് കൊടുക്കുന്നു പോയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എല്ലാത്തിനും ഈ നാട്ടിൽ എല്ലാവർക്കും ചോദിച്ചറിയാം. എല്ലാത്തിനും മുൻമുന്നിൽ നിന്ന് ഞാനാണ്. അതിന് രേഖ എന്റെ കയ്യിലുണ്ട്. എന്റെ പേര് കൃഷ്ണകുമാർ. ഈ ക്ഷേത്രത്തിലെ കഴിഞ്ഞ അടുത്ത ഉത്സവ ജോയിന്റ് കൺവീനറായ ഞാനായിരുന്നു. മാന്തര തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അതായത് ഈ ശിവരാത്രിക്ക് ഈ കഴിഞ്ഞ ചാനലില് കഴിഞ്ഞ തവണ തീ പിടിച്ചപ്പോഴ് ആ തീ കിടത്തുകൊണ്ട് ആദ്യത്തെ എന്റെ കൈയും പൊള്ളിയതും ഹോസ്പിറ്റലിൽ കിടന്ന് ഞാനാണ് ചെയ്തത്. എന്റെ കൈ പൊള്ളിയതും ഞാൻ എല്ലാത്തിനും ഇറങ്ങിയ ഞാനാണ്. അതില് ആദ്യത്തെ ഇറങ്ങിയ ഞാനാണ്. പിന്നെ അതിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അവന്മാര് എല്ലാം ചേർന്ന് എന്റെ പേരിൽ തിരിച്ച് ഇപ്പൊ എന്റെ പേര് തിരിച്ച് ജയൻ കുറെ മിലിറ്ററി കള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ കുറെ പേര് കള്ളം എടുക്കാൻ തരും. ഇവന്റെ കള്ളം കുടിച്ച് അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കൂലിപ്പണിക്കാരനാണ്. ബാക്കിയെല്ലാം നല്ല ക്യാഷുള്ള. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത എനിക്ക് എന്റെ മനസ്സിലേറ്റ വേദനയും എനിക്ക് കിട്ടിയ അടിയും ഇനി ഈ നാട്ടിൽ ആർക്കും കിട്ടാൻ പാടില്ല. ഇനി ഏത് കേസിൽ ഇനി സുപ്രീം കോടതി പോയവരും എനിക്ക് അതിൽ നിയമത്തിന്റെ വഴിയിൽ എനിക്ക് പോകണം. ഒത്തുതീർപ്പിന്റെ പരിപാടി ഒരു കാര്യത്തിന് ഞാൻ പോകത്തില്ല. നിയമത്തിന്റെ പുറത്ത് എനിക്ക് പോകണം. ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറുമില്ല. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആത്മാർത്ഥമായിട്ട് ഈ പ്രതിയെ പിടിക്കുക. ഒന്നേ എന്റെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് പബ്ലിക്കില് ഇവരെ കൊണ്ട് നിർത്തിയിട്ട് എന്നെ അടിച്ച കണക്ക് പോലീസ് അടിക്കണം. അല്ലെങ്കിൽ ഏമാന്മാര് വിട്ടുതരുക, ഞാൻ അടിക്കും. അല്ലെങ്കിൽ എന്റെ ജീവൻ ഇതിന് വേണ്ട നടപടി എടുക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം നിയമം കയ്യിലെടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത് നടപടി എടുക്കുന്നില്ല? ഇത്രയും ഈ സംഭവം നടന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഇദ്ദേഹത്തിനെ വിളിപ്പിക്കുകയോ മറ്റ് നടപടികൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ മാന്തറ NSS കരയോഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ജയന് തന്നോട് മുൻവൈരാഗ്യമുണ്ടെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നുണ്ട്. ജയനെതിരെ പോലീസിനെ സമീപിച്ച് നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കൃഷ്ണകുമാർ എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.